സംസ്ഥാനത്തെ വവ്വാലുകളിൽ 2023 നടത്തിയ പരിശോധനയിൽ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതോടെ കൂടുതൽ ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ്. വവ്വാലുകൾ കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്നും വവ്വാലുകളുമായി സമ്പർക്കമുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ പറയുന്നു. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് സംസ്ഥാനത്ത് നിപ കേസുകൾ ഏറെയും റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 20%-ലധികം വവ്വാലുകളിലും നിപ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് നിലവിലെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണിതെന്ന് വിദഗ്ധർ പറയുന്നു. വവ്വാലുകളുമായി ഒരു തരത്തിലുള്ള സമ്പർക്കവും ഉണ്ടാകരുതെന്നാണ് പഠന റിപ്പോർട്ട് അടിവരയിടുന്നത്. കോഴിക്കോട് ഈ പേരാമ്പ്ര അല്ലാന്നുണ്ടെങ്കിൽ കുറ്റ്യാടി പ്രദേശത്ത് വളരെ കൂടുതൽ വവ്വാലുകളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ സീസണാലിറ്റി ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയൊക്കെ ചെയ്യുകയും ഏതാണ്ട് സെപ്റ്റംബർ മാസത്തോടുകൂടി അല്ലെങ്കിൽ ഈ മെയ് മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയിലുള്ള സമയത്ത് വളരെയധികം വവ്വാലുകളിൽ ഇതിനുള്ള സാന്നിധ്യം കാണുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. 2018 വൈറസുമായി 99% സാമ്യമാണ് പുതിയ പഠനത്തിൽ കണ്ടെത്തിയ വൈറസിനുള്ളത്. ജനിതക മാറ്റം വന്നിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. 5 മാസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് രൂപം നൽകിയ നിപ റിസർച്ച് സെന്റർ പൂർണ്ണതോതിൽ സജ്ജമാക്കാനും ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.